ഹലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത് വളയത്തടക്ക റഹ്മത്ത് നഗറിൽ. ഇതാണ് വളപ്പ്. ചെറിയ വളപ്പാണ്. ഈ വീടും ഇതിൻ്റെ പരിസരവും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. പഴയ വീട് തന്നെ. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. അവിടെ ഒരു കിണറെല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് വശം. ഇതിൻ്റെ ബാക്കിലും അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇത് ബാക്കി അരിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ എതിർവശം. ഇതിൻ്റെ പുറത്തുനിന്ന് കുറച്ചായിരുന്നു അവർക്ക് വെളി അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഈ സൈഡും നോക്കിയേ, ഇതാണ് വെളുപ്പ്. ഇതിലെ ഈ സൈഡ്. ഇനി ഇതിൻ്റെ ഈ പുറത്തെ ഓടിയിട്ടാണ് പോകാൻ പറ്റാറുണ്ടായി. ഇപ്പോൾ അതിന് വെളി വെക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ വലുതെല്ലാം അപ്പുറത്ത് പോയി കൊത്തിയത്. സോ അതാ ഇതിൽ സുഖമായിട്ട് പോവാം. ഇതിൽ പോകാൻ പറ്റാത്ത പോലത്തെ കൊടുങ്കാടായിട്ടുണ്ടായിരുന്നു ഈ പെരൻ്റെ കിച്ചൻ്റെ ഭാഗത്ത്. ഏകദേശം എറിഞ്ഞ് ഇളക്ക് കല്ലിലെല്ലാം ഇനി ഉപയോഗിക്കാം. ഇത്ര ഓല കെട്ടി ഇതാ അതൊരു സ്ഥലത്ത് കൂട്ടി. എത്ര ഓല ഉണ്ട് നോക്കിയേ. ആടെ കുറച്ചുണ്ട്. ഇവിടെ ഈ പ്ലാവ് പൊളിഞ്ഞു പോണതാണ്. അതുകൊണ്ടാണ് ഇവിടെ കാട് എന്ന് പറഞ്ഞത്. അവിടെ വീണ് പിന്നെ അതിൻ്റെ അടുത്ത് ആരും പോകാണ്ടെന്ന്. തേങ്ങ അതിൻ്റെ സൈഡ് ആ വീട്ടിലേക്ക് പോകാനുള്ള വഴിയെല്ലാം ക്ലിയറായി. ഇതിലെ പുറത്തേക്ക് പോകുന്ന ചെറിയൊരു വഴിയും കൂടിയുണ്ട്. അതും ക്ലിയറായി. അതിൻ്റെ പുറത്തും ക്ലിയറായി. പിന്നെ ഇവിടെ ഒരു കിണറുണ്ട്. ആ കിണറിന് ചുറ്റും ക്ലിയറായി. ഇതാണ് അതിൻ്റെ കിച്ചൺ വശം. അപ്പോൾ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ ഉണ്ടായി. അപ്പോൾ ഏതായാലും ഈ വെളുപ്പ് അങ്ങനെ ക്ലിയറാക്കി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലുള്ള പണികൾക്കൊക്കെ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കും. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ആക്കാവുന്നതാണ്. ഇത് ഈ സൈഡ് അരിഞ്ഞത് എടുത്ത് കുറച്ച് വെളി വരട്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഗുഡ് ബൈ. സൈനിങ് ഓഫ് മുഹമ്മദ് മദനി.